Hello, good morning. Hope you are fine. ഞാൻ ഇന്ന് റൊട്ടേഷണൽ മോഷനത്തെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 7th ചാപ്റ്റർ, ദാറ്റ് ഈസ് ദി റൊട്ടേഷണൽ മോഷൻ. അതിൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ്സാണിത്. സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക് യു. നൗ ലെറ്റ് us pass to the class. In the earlier classes, we have studied that the motion is of two types. That is the translational motion and rotational motion. ട്രാൻസ്ലേഷൻ മോഷനിലാണ് ബോഡി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ച മോഷൻ ഇൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, പ്രൊജക്ടൈൽ, ഇതൊക്കെ ട്രാൻസ്ലേഷണൽ മോഷനാണ്. ട്രാൻസ്ലേഷൻ മോഷനിലെ റെക്റ്റിലീനിയർ മോഷൻ, നേരെ പോകുന്നവർ സ്ട്രേറ്റ് ലൈൻ മോഷൻ, കർവി ലീനിയർ മോഷൻ, ചെരിഞ്ഞു പോകുന്നവർ പ്രൊജക്ടൈൽ, കർവിലൂടെ പോകുന്നവർ മൂവിങ് ഇൻ എ പ്ലെയിനൊക്കെ കർവി ലീനിയർ മോഷനാണ്. അത് രണ്ടും നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു കാറ്റഗറിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലീനിയർ മോഷനും റെക്റ്റിലീനിയർ മോഷനും കർവി ലീനിയർ മോഷനും ചേർന്ന ട്രാൻസ്ലേഷണൽ മോഷൻ ഇതുവരെ പഠിച്ചത്. ഇനി റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷനിൽ വേറെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ബോഡി ഈസ് അണ്ടർ റൊട്ടേഷൻ. അണ്ടർ റൊട്ടേഷൻ, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ മുന്നൊരു കാര്യം കൂടി പറയാനുള്ളത്, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ തിരിയുക അല്ലേ. ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡി ഇവിടെ ഒരു ആഞ്ഞടിച്ച് വെച്ചു, ആക്സിസ്, ദെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ്. സോ ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് ബോഡി അല്ലേ. റൊട്ടേറ്റിംഗ് ബോഡി ഇത് ഞാനിങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റൊട്ടേഷൻ, കോൾഡ് പ്യുവർ റൊട്ടേഷൻ. സർക്കുലർ മോഷൻ, റൊട്ടേറ്ററി മോഷൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഓൾമോസ്റ്റ് സെയിം ആണ്. ദി മെയിൻ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇൻ ദി റൊട്ടേറ്ററി മോഷൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ജസ്റ്റ് ലൈക്ക് ദിസ്. ആക്സിസ് ഇവിടെയാണ്. സർക്കുലർ മോഷനിലെ ഇത് ഇവിടെ ഒരു ആക്സിസിന് ചുറ്റും ഈ ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സർക്കുലർ മോഷനാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മേജർ ഡിഫറൻസ്, ഇൻ റൊട്ടേറ്ററി മോഷൻ ആക്സിസ് മസ്റ്റ് ബി ഓൺ ദി ബോഡി, അല്ലെങ്കിൽ മസ്റ്റ് ബി ഇൻ ദി സിസ്റ്റം. ഇൻ റൊട്ടേഷണൽ മോഷൻ, ഇൻ സർക്കുലർ മോഷൻ ദി ആക്സിസ് വിൽ ബി ഔട്ട്സൈഡ് ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ പുറത്തായിരിക്കും ആക്സിസ്. ഓക്കെ, നൗ വി ആർ കോൺസെൻട്രേറ്റ് ദി റൊട്ടേഷണൽ മോഷൻ. അതിൽ പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, പ്യുവർ റൊട്ടേഷൻ. ഇനിയൊരു വെറൈറ്റി കൂടി ഉണ്ട് ഇതിൽ. സോ ദിസ് ഈസ് പ്യുവർ ട്രാൻസ്ലേഷൻ. ബോഡി ഇങ്ങനെ നീങ്ങുന്നു, പ്യുവർ ട്രാൻസ്ലേഷൻ. ബോഡി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്യുവർ റൊട്ടേഷൻ. ഇനി എന്താണ്, ബോഡി ഇങ്ങനെ തിരിയുകയും തിരിയണതിൻ്റെ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഫാൻ തിരിയുന്നത് റൊട്ടേറ്ററി മോഷനാണ്, ബസ് നീങ്ങുന്നത് ട്രാൻസ്ലേറ്ററി മോഷനാണ്. പക്ഷേ ബസ്സിൻ്റെ ചക്രം തിരിയുന്നുമുണ്ട്, മുന്നിലേക്ക് അതിൻ്റെ ആക്സിസ് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇഫ് ദി ആക്സിസ് ഈസ് ഓൾസോ മൂവിങ്, ഇറ്റ് ഈസ് എ റൊട്ടേഷൻ വിത്ത് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ വിത്ത് റൊട്ടേഷൻ. അതിന് ഒറ്റയ്ക്ക് പറയുന്ന പേരാണ് റോളിംഗ്. അപ്പോൾ റൊട്ടേഷൻ വിത്ത് ട്രാൻസ്ലേഷൻ അഥവാ നമുക്കുള്ളത് റോളിംഗ് ബോഡീസ്. അപ്പോൾ റോളിംഗ് വിവിയെ നമുക്ക് ഒന്നൊന്നായിട്ട് പഠിക്കണം. ഇത് ഈ ചാപ്റ്ററിൽ ഇനി കവർ ചെയ്യുന്നില്ല, ഇത് നേരത്തെ കഴിഞ്ഞാണ്. റൊട്ടേഷനും റോളിങ്ങുമാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്യുവർ റൊട്ടേഷൻ ആൻഡ് റൊട്ടേഷൻ വിത്ത് ട്രാൻസ്ലേഷൻ ഓർ റോളിംഗ്. Rolling means rotation with translation. The body is rotating, the wheel is rotating, as well as the axis is moving. That means wheel is rolling off. അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കുന്നൊരു പ്ലെയിനിൽ നിങ്ങളൊരു ബാരല് ഡ്രമ്മ് വഴിയിൽ ടാറൊക്കെ വിൽക്കുന്നതിന് കാണുന്ന ഡ്രമ്മ് ഉരുട്ടി വിടുന്നു.
അല്ലെങ്കിൽ ഒരു റോളർ ഉരുട്ടി വിടുന്നു. സോ ഇറ്റ് വിൽ ഗോസ് ഡൗൺ. പോകുന്നതിൻ്റെ ഒപ്പം എങ്ങനെയാണ്? സ്ലൈഡ് ചെയ്യല്ല, തിരിഞ്ഞുകൊണ്ടേ ഇറങ്ങി വരുന്നു അല്ലേ? തിരിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ബോൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ബോൾ ഈസ് റൊട്ടേറ്റിംഗ് ആസ് വെൽ ആസ് ഇറ്റ്സ് ആക്സിസ് ഈസ് മൂവിങ് ഡൗൺ. ദെൻ ഇറ്റ്സ് കോൾഡ് റോളിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പലതരം റോളിങ്ങുകൾ. നൗ ലെറ്റ് us study the concentrate on the rotational motion. അപ്പോൾ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, റൊട്ടേഷനും സർക്കുലർ മോഷനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് പൊസിഷൻ ഓഫ് ദി ആക്സിസ് ആണ്. So the first topic comes as the rotational inertia. Rotational inertia. The word inertia you know very well, because in translatory motion you may be studied the concept of inertia. A moving body cannot stop by itself. Similarly, a body at rest cannot start or cannot move by itself. ഒരു വസ്തുവിനെ തന്നെത്താൻ മൂവ് ചെയ്ത് തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ തന്നെത്താൻ നിൽക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദി ഇനർഷ്യ. ഇവിടെ വരുമ്പോൾ നമ്മൾ പറയുന്നത് റൊട്ടേഷണൽ ഇനർഷ്യ. വാട്ട് ഈസ് റൊട്ടേഷണൽ ഇനർഷ്യ? തിരിയുന്ന ഒരു ബോഡിക്ക് തന്നെത്താൻ നിൽക്കാൻ പറ്റില്ല. ഒരു ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ പിടിച്ചു നിർത്തണം. അതുപോലെ വെറുതെ നിൽക്കുന്ന ഒരു സാധനത്തിന് ഒരു ചക്രം റെസ്റ്റ് തന്നെത്താൻ തിരിയാനും പറ്റില്ല. എ ബോഡി അറ്റ് റെസ്റ്റ് cannot rotate itself, and a body rotating cannot stop by itself, and this inability is called rotational inertia. ആണ് ആദ്യം പഠിക്കാനുള്ള പോയിന്റ്, റൊട്ടേഷണൽ ഇനർഷ്യ. ജനറലി ദി ഇനർഷ്യ, നേരത്തെ പഠിച്ച ഇനർഷ്യ, ദാറ്റ്സ് കോൾഡ് ട്രാൻസ്ലേഷണൽ ഇനർഷ്യ. ഇനർഷ്യ എന്ന് മാത്രം പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ പഠിച്ചു, ന്യൂട്ടൺസ് ലോയിൽ പഠിച്ചു. ദിസ് ട്രാൻസ്ലേഷൻ ഇനർഷ്യ ഇസ് കൺട്രോൾഡ് ബൈ ദി മാസ്. മാസ് കൂടുന്തോറും ഇനർഷ്യ കൂടിക്കൊണ്ടിരിക്കുമെന്നും നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്ന റൊട്ടേഷൻ ഇനർഷ്യയെ കൺട്രോൾ ചെയ്യുന്നത് മാസ് മാത്രമല്ല, മാസ് ആൻഡ് ഷേപ്പ്. മാസ്, ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ആക്സിസ്. 3 കാര്യങ്ങളുണ്ട്. മാസ്, ഷേപ്പ്, അല്ലേ? ചില ബോഡികൾ ഉരുട്ടാൻ വളരെ എളുപ്പമാണ്, ചക്രം ഉരുട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു ക്യൂബിക്കൽ ബോക്സ്, TV കൊണ്ടുവന്ന പെട്ടി ഉരുട്ടി വിടാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ചില വസ്തുക്കൾ എളുപ്പമാണ്, ചില ഷേപ്പുകൾ പെട്ടെന്ന് പോകും. ബോള് വളരെ പെട്ടെന്ന് പോകും, ഒരു പൈപ്പ് വളരെ പെട്ടെന്ന് ഉരുളും. പക്ഷേ റെക്ടാങ്കുലർ ഫ്രെയിം അങ്ങനെ പെട്ടെന്നൊന്നും ഉരുളില്ല. സോ മാസ്, ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ആക്സിസ്. എവിടെയാണ് അതിൻ്റെ ആക്സിസ്? ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന റൊട്ടേഷൻ ഇനർഷ്യ. മാസ് കൂടുന്ന റൊട്ടേഷൻ ഇനർഷ്യ കൂടും, ഷേപ്പ് മാറുമ്പോൾ റൊട്ടേഷൻ ഇനർഷ്യ മാറും, പൊസിഷൻ ഓഫ് ആക്സിസ് മാറുമ്പോൾ റൊട്ടേഷൻ ഇനർഷ്യ മാറിക്കൊണ്ടിരിക്കും. ദിസ് ആർ ദി 3 കൺട്രോളിംഗ് ഫാക്ടേഴ്സ് ഓഫ് റൊട്ടേഷൻ ഇനർഷ്യ. ഇത് 3 കൂടി ചേർന്ന് ന്യൂട്ടൺ ഡിറൈവ്ഡ് എ സിംഗിൾ ക്വാണ്ടിറ്റി. ഈ 3 പാരാമീറ്ററും ചേർത്ത് ഒരു സിംഗിൾ ക്വാണ്ടിറ്റിയെ ന്യൂട്ടൺ ഉണ്ടാക്കുകയുണ്ടായി. ആ സിംഗിൾ ക്വാണ്ടിറ്റിയെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് വിളിക്കുന്നു. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഐ എന്ന ഒരു സിമ്പിളാണ് ഉപയോഗിക്കുക. ഐയുടെ അകത്ത് ഇഫ് യു കാൽക്കുലേറ്റ് ദി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി, അതിൻ്റെ മാസ് വരും, ഷേപ്പ് വരും, ആക്സിസ് വരും. ഇത് 3 കൂടി നമുക്കൊരു വാല്യൂ കിട്ടും, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 2 പഠിക്കും. ദാറ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൺട്രോൾസ് ദി റൊട്ടേഷണൽ ഇനർഷ്യ. വെൻ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസസ്, ദി റൊട്ടേഷൻ ഇസ് മോർ ഡിഫിക്കൽട്ട്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുന്നു, അപ്പോൾ റൊട്ടേഷൻ ഡിഫിക്കൽട്ടായിട്ട് വരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരാശയമാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. സെൻറ്റർ ഓഫ് മാസിലെ സെൻറ്റർ ഓഫ് മാസ് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റം. എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെനി ബോഡീസ്. എ സിസ്റ്റം വിത്ത് ബോഡീസ്. ഫോർ എക്സാമ്പിൾ, രണ്ട് ബോളുകൾ ചേർന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ കുറേ പാർട്ടിക്കിൾസ് ചേർന്ന കുറേ മോളിക്യൂൾസ് ചേർന്ന ഒരു സിസ്റ്റം. സിസ്റ്റം മീൻസ് എ കളക്ഷൻ ഓഫ് മെനി പാർട്ടിക്കിൾസ്, റിജിഡ്ലി ബൗണ്ടഡ്. സിസ്റ്റം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് റിജിഡ്ലി ബൗണ്ടഡ്, അതായത് ഓടി നടക്കുന്നവരല്ല എന്നർത്ഥം. രണ്ടു പേര് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ഒരു സോളിഡ് എടുത്താൽ മോളിക്യൂൾസ് അതിന് ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റം. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ വെയ്റ്റ് ലിഫ്റ്റേഴ്സ് എടുക്കുന്നില്ലേ, ഒരു ബോൾ 2 ബോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 balls and 1 bar, ബട്ട് ഇറ്റ്സ് പൊസിഷൻസ് ആർ ഫിക്സ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ ദിസ്
നമുക്ക് ഇതന്നെ എടുത്ത് നോക്കാം. നമ്മുടെ വെയ്റ്റ് ലിഫ്റ്റേഴ്സിൻ്റെ ബാറ്, ഇതിന് മാസുണ്ട്, ഇതിന് മാസുണ്ട്, ഈ റോഡിനും മാസുണ്ട്. ബട്ട് വി ക്യാൻ ഫീൽ ദാറ്റ് ദി എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റിംഗ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. Entire mass is concentrating at a particular point, and that point is called the center of mass. ഒരു സിസ്റ്റത്തിലെ ഒരുപാട് പാർട്ടിക്കിൾസ്, it may consist of many particles, but we will feel that the entire mass of the system or sum of the particle is concentrating at a particular point, and that point is called the center of mass. That point is called the center of mass. The entire mass of these particles is supposed to be concentrated at a particular point. At that point is called center of mass. ഇത് കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്ക്. ഈ പേന ഞാൻ ഇങ്ങനെ വരലും വെച്ച് ഇങ്ങോട്ട് വീഴും, കുറച്ച് നീക്കിച്ച് ഇങ്ങോട്ട് വീഴും. ബട്ട് ഐ ക്യാൻ ബാലൻസ് ദിസ് പെൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഇങ്ങനെയല്ല, ശരിക്കും നമ്മൾ വിചാരിച്ച ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. ദാറ്റ് പോയിന്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ്. ഒരു സിസ്റ്റത്തിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലയിടത്തായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നും. ആ തോന്നുന്ന പോയിന്റ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നു. ദാറ്റ്സ് ദി കൺസെപ്റ്റ്. And now how we'll calculate the center of mass? അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ലാത്ത കാരണം ഞാൻ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ പറയുന്നു, സപ്പോസ് വി ഹാവ് two bodies of mass m1 and m2. This body is at a distance x1, അല്ലെങ്കിൽ r1 എടുത്തോളൂ. r1 ഡിസ്റ്റൻസ്, എൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് നമ്മൾ വിളിക്കും. അത് കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ടാവണം. വെക്ടേഴ്സ് ചാപ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. പൊസിഷൻ കോർഡിനേറ്റ് ഈസ് r1 ആൻഡ് വി ഹാവ് അനദർ ബോഡി ആൻഡ് ഇറ്റ്സ് പൊസിഷൻ കോർഡിനേറ്റ് ഈസ് r2. മാസ് m1 m2. ഏതെങ്കിലും ഒരു ഒറിജിനിൽ നിന്ന് ഇവർക്കുള്ള അകലം. ഒറിജിൻ എവിടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ബോഡിയിൽ തന്നെ എടുക്കാം. നമ്മൾ ഇനി കാണിച്ചു തരും. ദെൻ വേർ വിൽ ബി ദി സെൻറ്റർ ഓഫ് മാസ്? വിൽ അസ്യൂം ദാറ്റ് ദി സെൻറ്റർ ഓഫ് മാസ്, ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ ഇവിടെ എവിടെയോ ആണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് കരുതുക. Then distance from the origin to center of mass is RCM. And there is a controlling equation of RCM, in capital letter ഉപയോഗിക്കുന്നു. RCM equals ഒന്നാമത്തെ ബോഡിയുടെ മാസ് അയാളുടെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഇങ്ങനെ കാണുമ്പോൾ ഇത്തിരി വിഷമം തോന്നുന്നെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ, അത്രയും കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സോ വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്? ഒരു ഒറിജിനിൽ നിന്ന്, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒന്നാമത്തെ ബോഡിയിലേക്കുള്ള അകലം കിട്ടി, രണ്ടാമത്തെ ബോഡിയിലേക്ക് അകലം കിട്ടിയാൽ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള അകലം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്റ്റൻസ്. കൂടുതൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. RCM m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3, ഇങ്ങനെ എത്ര പാർട്ടിക്കിൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് ഇങ്ങനെ എഴുതുന്നു. എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഈ ഡിനോമിനേറ്റർ കാണുന്നത് എന്താണ്? ആ സിസ്റ്റത്തിലെ ഓരോരുത്തരും മാസുകൾ ആഡ് ചെയ്യുന്നല്ലേ. ദിസ് ഇസ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാസസ്, നോ? Then that means it is the total mass of the system. So we'll write m1 r1 plus m2 r2 just like divided by capital M. Okay. In some books they will write it by sigma notation. അതെങ്ങനെയായിരിക്കും? sigma mi ri 1 to n. ഇങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ik m1 r1 എന്ന് ഓർക്കണം, പ്ലസ് m2 r2, അങ്ങനെ mn rn വരെ കൊടുക്കാൻ പറയും. ഓൾ ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതും, ഡിവൈഡഡ് ബൈ ദി മാസ്. പലപ്പോഴും ഇറ്റ് മേ ബി ഈസിയർ ടു റിമെമ്പർ ജസ്റ്റ് ലൈക്ക് ദിസ്. mRCM ഈക്വൽസ് m1 r1 പ്ലസ് m2 r2. ഇങ്ങനെ എഴുതുന്നത് ചിലപ്പോൾ ഈസിയർ ആയിരിക്കും. എൻട്രൻസിനൊക്കെ ഉപയോഗിക്കാൻ ഈ മെത്തേഡാണ് ഏറ്റവും നല്ലത്, കാരണം ഫർദർ ഡെറിവേഷനിലും ആ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ്. ഓക്കെ, ഇഫ് യു ആർ യൂസിങ് ദി suppose we want the x coordinate, y coordinate and z coordinate separately. ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും സെപ്പറേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ എഴുതും m r m x
cm. Center of mass and x coordinate, which will be equal to m1 x1 ഒന്നാമത്തെ ആളുടെ center of mass coordinate plus രണ്ടാമത്തെ ആളുടെ x coordinate, so on, just like this. Okay, that's enough. No division because capital M is written here. Similarly, we can write the y coordinate of the center of mass. Y coordinate of the center of mass with symbol എങ്ങനെയാണ് m1 y1 plus m2 y2, just like this. Okay, so this is the different methods of finding the center of mass. കാൽക്കുലസിൽ എഴുതുകയാണെങ്കിൽ യൂസിങ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ചിലപ്പോൾ ആവശ്യം വരും. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും എം ആർ സി എം ഈക്വൽസ് ഇൻ്റഗ്രൽ ആർ ഡി എം. ആറിൻ്റെ ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ മാസ് ആൻഡ് ഡിസ്റ്റൻസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ ആ ഇക്വേഷന് ഡിഫറൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക വിത്ത് റെസ്പെക്ട് ടു ദി മാസ്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഇൻ ദി കാൽക്കുലസ് ഫോർമാറ്റ്. പ്രോബ്ലംസ് അങ്ങനെ ഇതൊന്നും ചോദിച്ച് കാണാറില്ല, സിംപ്ലി ആ ഫോർമാറ്റ് മാത്രമേ ചോദിക്കാറുള്ളൂ. IIT-ലൊക്കെ മാത്രമാണ് ഇതിൻ്റെ ഇത് വെച്ച് ഡെറിവേഷൻസ് മീൻസ് പ്രോബ്ലംസ് വരുന്നുള്ളൂ. അതർവൈസ് യു ഹാവ് ടു റിമെമ്പർ ദിസ് തിങ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇത് നന്നായി മനസ്സിലാവണമെങ്കിൽ ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കൂ, എന്നാലിത് പിടികിട്ടുള്ളൂ. എന്നിട്ട് അടുത്തേക്ക് കിടക്കാം. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ MCQ ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. ബട്ട് ഹിയർ ലെറ്റ് us go through a simple problem just like you can note this particular problem. Distance of hydrogen chloride bond is 1.27. The length of hydrogen chloride bond is 1.27 Armstrong. ആങ്സ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻10 എന്നർത്ഥം. 1.27 × 10⁻⁻10 അതിന് എഴുതുന്ന വാക്കാണ് A/0 ആങ്സ്ട്രം. Find the center of mass. ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും ഇങ്ങനെ നിൽക്കുന്നു. ഇവർ തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ മാസ് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം, 1 AMU. അപ്പോൾ ക്ലോറിൻ്റെ വരുന്നത് 35.5 AMU. 1 AMU and 35.5 AMU. Okay, then എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ്സ് ഒക്കെ എടുക്കുക, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒറിജിൻ തന്നിട്ടില്ല അല്ലോ, വേണ്ട. യു ഫിക്സ് ദിസ് ആസ് ഒറിജിൻ. ഏതെങ്കിലും പാർട്ടിക്കിളിനെ ഒറിജിനാക്കിയിട്ട് എടുക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ ആക്സിസ് വരയ്ക്കാം. ദിസ് ഈസ് ദി എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദി വൈ ആക്സിസ്. എക്സ് ആക്സിസ്. ഇഫ് ദിസ് പോയിന്റ് ഈസ് ട്രീറ്റഡ് ആസ് 0, 0, this point will be the bond length is 1.27 × 10⁻⁻10. അപ്പോൾ ഈ പോയിന്റ്, this point will be 1.27 × 10⁻⁻10. മനസ്സിലായോ? ദിസ് പോയിന്റ് 0 എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് 1.27 ബിക്കോസ് ദി ഡിസ്റ്റൻസ് ഈസ്, അതല്ല എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് വേണ്ട, വൈ കോർഡിനേറ്റ് ഇത് 0 ആണ്, ഇത് 0 ആണ്. ഇറ്റ് ഈസ് ലൈങ് ഓൺ ദി എക്സ് ആക്സിസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് XCM എങ്ങനെ കാണാം? XCM ഈക്വൽസ് ഒന്നാമത്തെ ആൾ 1 AMU, കൺവേർട്ട് ചെയ്യൊന്നും വേണ്ട, ഇൻറ്റു അയാളുടെ കോർഡിനേറ്റ് 0 പ്ലസ് രണ്ടാമത്തെ ആൾ 35.5 മാസ്, അയാളുടെ കോർഡിനേറ്റ് 1.27 × 10⁻⁻10 divided by total mass, that is 36.5 AMU. ഇനി നിങ്ങൾ സിംപ്ലിഫൈ എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 35.5 × 1.27 × 10⁻⁻10 divided by 36.5 and you will get the answer. Okay. മനസ്സിലായോ? This will give the distance from the
hydrogen atom to the center of mass. Hydrogen to center of mass. മറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സോ യു ക്യാൻ ഡു വിത്ത് ഇറ്റ്. ഇനി നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോകുകയാണ്. ഇത്രയും ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ചില കണ്ടീഷൻസ്, ചില ക്യാരക്ടേഴ്സ്, അതിനുവേണ്ടി ഇത് ചെയ്തത്. വി ക്യാൻ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേഷനിൽ വി ക്യാൻ ഫിക്സ് ദി ഒറിജിൻ എനിവെയർ. വി ക്യാൻ ഫിക്സ് ദി ഒറിജിൻ എനിവെയർ ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻസ്. 2, സെൻറ്റർ ഓഫ് മാസ് എവിടെ കിടക്കുന്നു? സെൻറ്റർ ഓഫ് മാസ് ഈസ് ലൈയിങ് ഇൻ എ ലൈൻ ഇൻ ബിറ്റ്വീൻ ദി ബോഡീസ്. 2 ബോഡികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചാൽ, സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ, സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ഓൺ ദാറ്റ് സ്ട്രേറ്റ് ലൈൻ. ഇങ്ങനൊരു ബോഡി, ഇങ്ങനൊരു ബോഡി, വേർ വിൽ ബി ദി സെൻറ്റർ ഓഫ് മാസ്? ഡ്രോ എ ലൈൻ, ഇറ്റ് വിൽ ബി ഇൻ എ ലൈൻ വിത്ത് ദാറ്റ്. 2 ബോഡി സിസ്റ്റം ആണെങ്കിൽ. 3 ബോഡി ആണെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഫോർ എ 2 ബോഡി സിസ്റ്റം ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ ദാറ്റ്, ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ ആൻഡ് ക്ലോസ് ടു ദി ലാർജസ്റ്റ് ബോഡി. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞ ബോഡിയും ഒരു വലിയ ബോഡി ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ്, ദി മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ദിസ് റീജിയൻ അല്ലേ. സോ ദി സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ക്ലോസ് ടു ദി ഹെവിയർ ബോഡി. ഇൻ എ 2 particle സിസ്റ്റം അല്ലെങ്കിൽ ഇൻ എ ജനറലി ദി സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ്സ് ടുവേഴ്സ് ദി ഹെവിയർ പാർട്ട്. ടുവേഴ്സ് ദി ഹെവിയർ പാർട്ട്. ഏതെങ്കിലും സിസ്റ്റം ഒരു ബോഡി നമുക്ക് തരുന്നോ? എ ബാറ്റ്, ഒരു ക്രിക്കറ്റ് ബാറ്റ്. ക്രിക്കറ്റ് ബാറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? ഇവിടുന്ന് തൊട്ട് അതിൻ്റെ ഹാൻഡിൽ തൊട്ട് ടിപ്പ് വരെയുള്ള അകലത്തിൻ്റെ സെൻറ്റർ അല്ല. കാരണം എന്താണ്? മോർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ദിസ് സൈഡ്. സോ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ടു സംവെയർ ഹിയർ. മനസ്സിലായോ? ഒരു സർക്കിൾ എടുത്ത, ഒരു സ്പിയർ എടുത്ത സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലാണ്, ബിക്കോസ് ദി മാസ് ഈസ് യൂണിഫോംലി കോൺസെൻട്രേറ്റഡ്. ബട്ട് ഇഫ് യു ആർ ടേക്കിംഗ് എ കോണിക്കൽ ഷേപ്പ്, സെൻറ്റർ ഓഫ് മാസ് ഇസ് നോട്ട് അറ്റ് ദി സെൻറ്റർ. സെൻറ്ററിലല്ല സെൻറ്റർ ഓഫ് മാസ്. കാരണം എന്താണ്? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അപ്പർ റീജിയൻ ലെസ് മാസ്, ലോവർ റീജിയൻ ഈസ് മോർ മാസീവ്. സോ സെൻറ്റർ ഓഫ് മാസ് സ്ലോലി ഷിഫ്റ്റ്സ് ടു ദിസ് സൈഡ്. ഒരിക്കൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. I have a long bar, an iron bar. The center of mass is at center. Suppose I am cutting off a part. Now the piece മുറിച്ച് കളഞ്ഞു. What happens to center of mass? Whether it will shift towards the right or left. അല്ലേ? സെൻറ്ററിന് ഈ വശം മാസീവായി. സോ സെൻറ്റർ ഓഫ് മാസ് ഗ്രാജുവലി ഷിഫ്റ്റ്സ് ടു ദിസ് സൈഡ്. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ നമുക്കിവിടെ ഓർക്കണം. ഓക്കെ. Now the next question, motion of the center of mass. Center of mass എങ്ങനെയാണ് നീങ്ങുന്നത്? Try to catch that concept, the movement of the center of mass. We want certain equations just like that. നേരത്തെ കിട്ടിയ പോലെ തന്നെ. Just like that we will get some equations. For example, ഞാൻ ഇങ്ങനെ എഴുതി, the coordinate of center of mass equals m1 x1 പ്ലസ് m2 x2, അല്ലെങ്കിൽ ആർന്ന് എഴുതിക്കോ, എക്സെന്നോ ആർന്നോ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. അവിടെ എക്സ് എന്ന് എഴുതിയാൽ എനിക്ക് ഇവിടെ എക്സ് എന്ന് എഴുതാം, എക്സ്. സിമിലർലി y and z, etc. Everything divided by m. Okay? Or I am writing mx1. Now differentiate it. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻസിയേഷനൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നുണ്ട്. m into d by dt of mxcm equals d by dt of everything. So m is a constant, so we can take outside m dx by dt equals, ഓരോരുത്തരും കൊടുക്കുക. This can be split into differentiate the first part, first step term, second term. First term ൽ m1 പുറത്തെടുക്കാം. So m1 dx1 by dt plus m2 dx2 by dt plus so which is equal to m dx by dt is called velocity, mv, velocity of the center of mass.
when the body moves, a system moves, system of many particles moves, what is the velocity of center of mass? ഒരുപാട് പാർട്ടിക്കിളുള്ള ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? m will be equal to m1 v1 dx1 dt is v1 plus m2 v2 plus so on. So this is another important relation. The velocity of center of mass is given by this equation, m the velocity of center of mass. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഹൈഡ്രജൻ നീങ്ങുമ്പോൾ, ഹൈഡ്രജൻ ക്ലോറൈഡ് നീങ്ങുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഓക്കെ, ഞാൻ ചോദിക്കേണ്ടത് ചക്രം നീങ്ങുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഓക്കെ, സോ ദിസ് വി ക്യാൻ യൂസ്. വീണ്ടും കാണാം, സപ്പോസ് യു ആർ ഡിഫറൻഷ്യേറ്റിംഗ് ഇറ്റ് വൺസ് അഗൈൻ. ഇത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. Now differentiate it once again. M dVcm by dt equals m1 dv1 by dt plus m2 dv2 by dt, so on. M into what is dv by dt? The acceleration of the center of mass. Acceleration of the center of mass, which will be equal to m1 a1 plus m2 a2, just like goes on. അപ്പോൾ ആക്സിലറേഷനുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ഫോർമുല, സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അതേ ടൈപ്പ് ഫോർമുല തന്നെ വെലോസിറ്റിക്ക് ഉപയോഗിക്കുന്നു, അതേ ടൈപ്പ് ഫോർമുല തന്നെ ആക്സിലറേഷൻ ഉപയോഗിക്കുന്നു, അതേ ടൈപ്പ് സെയിം ടൈപ്പ് ഫോർമുല വി ആർ യൂസിങ് ഫോർ ദി velocity acceleration, same type formula we are using the force also. What is mass into acceleration? The force on center of mass will be equal to the force on first particle plus the force on second particle, so on, just like this. The external forces. Okay, ഒരു സിസ്റ്റത്തുമേ ഓരോ പാർട്ടിക്കിളുമേ ഡിഫറെൻറ്റ് ഫോഴ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് ദി ഫോഴ്സ് ഓഫ് ദി ടോട്ടൽ സിസ്റ്റം, ആൻഡ് ദി ടോട്ടൽ ഫോഴ്സ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി സെൻറ്റർ ഓഫ് മാസ്. ടോട്ടൽ ഫോഴ്സ് സെൻറ്റർ ഓഫ് മാസുമേ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. വി ക്യാൻ കാൽക്കുലേറ്റ് ദി ഫോഴ്സ്. Okay, similarly we can write the momentum also. The momentum of the center of mass equals, അല്ല എങ്ങനെയാണ് ഫോഴ്സിനെ മൊമെൻ്റ് ആക്കുക? ഫോഴ്സ് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം. ഫോഴ്സ് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാമല്ലോ. മൊമെൻ്റം ഇസ് ദി മാസ് ഇൻറ്റു വെലോസിറ്റി. ദിസ് ഈസ് ദി മൊമെൻ്റം, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ മൊമെൻ്റം ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഈക്വൽസ് മൊമെൻ്റം ഓഫ് ദി, ഇതെന്നല്ല, ഇതിനെ തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷനാണ് ശരിക്കും വരിക. m v of center of mass equals m1 v1 plus m2 v2 plus just like this. നമ്മൾ എഴുതി കുറച്ച് മുന്നേ എഴുതിയതാണ്. This will be the momentum of the center of mass, which will be the momentum of the first particle, momentum of the second particle, just like this. That means the total momentum of a system is the sum of individual momentums. Total momentum of a system is the sum of individual momentums. Total force on a system is the sum of individual forces. Sum of individual forces. So these are the equations connected with the center of mass. Idea clear right in തോന്നുന്നു. Now let us do one problem. ഒന്ന് ചെയ്ത് നോക്കി വെക്കുക. പ്രോബ്ലം എഴുതിക്കോളൂ. എന്നിട്ട് നമ്മൾ അടുത്തൊരു ഇതിലേക്ക് കിടക്കുകയാണ്. Two particles of mass 1 gram and 2 gram are situated at locations given by I plus 2j plus 3k and minus I plus 2j minus 3k. Find the center of mass. Find the center of mass. സെൻറ്റർ ഓഫ് മാസ് ചോദിച്ചാലും ഫോഴ്സ് ചോദിച്ചാലും ഒക്കെ ഒരേപോലെ തന്നെ. വെക്ടറിൽ വളരെ എളുപ്പമാണ്. ഇൻഡിവിജ്വൽ അവർ തരുന്നു, മാസ് തരണം,
ഇൻഡിവിജ്വൽ ഫോഴ്സ് തന്നാൽ ടോട്ടൽ ഫോഴ്സ് കാണാം, ഇൻഡിവിജ്വൽ പൊസിഷൻ തന്നാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാം. വാട്ട് വിൽ ബി ദി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്? അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്നു, ടോട്ടൽ മാസ് ഇൻറ്റു പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ആർന്ന് എഴുതും, കാരണം എക്സും വൈയും സെറ്റ് ഉള്ള കാരണം. വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ബോഡി 1. ഇവിടെ എമ്മിന് വരെ എത്ര എഴുതാം? ടോട്ടൽ മാസ് വിൽ ബി 3 gram. 3 gram. Here 1 into എന്താണ് ഇറ്റ്സ് പൊസിഷൻ കോർഡിനേറ്റ് I plus 2j plus 3k plus 2 into minus I plus 2j minus 3k. Mass into position coordinate plus mass into position coordinate, which will be equal to I plus 2j plus 3k plus negative 2y multiply ചെയ്യുന്നു plus 4j minus 6k. Add ചെയ്തോളൂ. I minus 2y will be negative y plus 2 minus 4 will be negative 2j plus 3 minus 6 equals minus 3k. Minus 3k. This will be 3 into RCM. So what will be the position coordinate of center of mass? Equals minus I minus 2j minus 3k all divided by 3 goes down 3. അപ്പോൾ വെക്ടറിലായാലും ന്യൂമറിക്കൽ വാല്യൂലായാലും the same method we can use. Similarly, you can find the velocity also. Position where velocity തന്നെങ്കിൽ what we will get is the getting is velocity. Okay, so I am stopping this first video, and in the second video we will see the more descriptions of the center of mass and its practical applications. Till that, goodbye.